ഹലോ, ഇന്നൊരു സൺഡേ സ്റ്റഡി വ്ളോഗ് കാണാം കേട്ടോ. സ്റ്റഡി വ്ളോഗ് എന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് പഠിത്തമില്ല, സൺഡേ ആയതുകൊണ്ട് തന്നെ കുറവാണ് കേട്ടോ. സൺഡേ ആണെങ്കിലും മാക്സിമം പഠിക്കാൻ നോക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ ചായയൊക്കെ ഇട്ടിട്ട് ചൂടോട് കൂട്ടിയിട്ട് തന്നെ നമ്മുടെ SCRT പഠിക്കാമെന്ന് വെച്ചിട്ട് അത് പഠിക്കുകയായിരുന്നു. പിന്നെ അതൊരു അരമണിക്കൂറേ പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ പത്തിരി ഉണ്ടാക്കാൻ പോയി. പിന്നെ ഇത് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ ക്ലാസ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പുറത്ത്. അപ്പോൾ അങ്ങനെയും കുറച്ച് നേരം 1 മണിക്കൂറോളം അങ്ങനെയും പഠിച്ചു. അതിനുശേഷം പിന്നെ കുറച്ച് കാര്യമായിട്ടുള്ള പണികളുള്ളതുകൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് വെച്ചിട്ട് പിന്നെ പണികളിലൊക്കെ ശ്രദ്ധിച്ചു കേട്ടോ. പണി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുറച്ച് നേരം കൂടി ഇരിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ രാവിലത്തെ ആ പണികളൊക്കെ വേഗം ചെയ്യാം കേട്ടോ. കറി ഉമ്മ വെച്ചു കേട്ടോ. എൻ്റെ വീട്ടിലായതുകൊണ്ട് കറിയെല്ലാം ഉമ്മ വെച്ച് അതിനുശേഷം ഞാൻ അടിച്ചു വാരി തുടച്ചെടുക്കാമെന്ന് വെച്ചിട്ട് അതൊക്കെ ചെയ്യാണ്. ഇപ്പോൾ രാവിലെ തന്നെ ആ പണി കഴിഞ്ഞാൽ കുറച്ച് ടൈം കിട്ടുമല്ലോ. പിന്നെ ഉച്ചക്കിലേക്കുള്ളതും മീൻകറിയാണ്. അപ്പോൾ പിന്നെ അതും റെഡിയാക്കാൻ പോണേ ഉള്ളൂ. ബാക്കിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കറി വെക്കാൻ പോണേ ഉള്ളേ. അപ്പോൾ നമ്മൾ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇന്ന് പഠിക്കാൻ വിചാരിച്ചു. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു ഐസ്ക്രീമൊക്കെ എടുത്തിട്ട് പുതിയ SCRT ബുക്കും പഠിക്കാമായിരുന്നു കേട്ടോ. പിന്നെ വളരെ പെട്ടെന്ന് തന്നെ ഉച്ചയായി കേട്ടോ. കുറേ കാര്യം കുട്ടികളൊക്കെ ആയിട്ട് അങ്ങനെ സംസാരിച്ചിരുന്നു. അങ്ങനെ ഉച്ചയായി. ഉച്ചയ്ക്ക് പിന്നെ ലഞ്ച് കഴിച്ചിട്ട് സിനിമയ്ക്ക് പോയി. വാഴ 2 കാണാൻ പോയി കേട്ടോ. കുട്ടികൾക്ക് ഒരേ നിർബന്ധമായിരുന്നു സിനിമയ്ക്ക് പോകണമെന്ന്. അപ്പോൾ ശരിയെന്ന് വെച്ചിട്ട് അവരോട് സിനിമയ്ക്കും പോയി. സിനിമ കഴിഞ്ഞ് വരുമ്പോഴേക്കും പിന്നെ 5:30 ആയിട്ടോ വീടെത്തുമ്പോഴേക്കും. പിന്നെ വൈകുന്നേരം കുറച്ച് നേരം ഇങ്ങനെ തൊടിയിലൂടെയൊക്കെ നടന്നിട്ട് ആ പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു. അപ്പോൾ എൻ്റെ ബുക്കൊന്നും ഞാൻ എടുത്ത് പഠിക്കാതിരിക്കാത്ത ബുക്കെല്ലാം ഞാൻ പാക്ക് ചെയ്തു കേട്ടോ. ഇന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോവാണേ. അപ്പോൾ രാത്രിയാണ് കേട്ടോ പിന്നെ അവിടുന്ന് തിരിച്ചു വന്നത്. പിന്നെ എനിക്കൊന്നും പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ പിള്ളേരെല്ലാവരും ഉണ്ട്, ഹസ്ബൻഡുണ്ട്, വീട്ടിലുള്ളവരെല്ലാവരും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നും പഠിക്കാൻ പറ്റിയില്ല. പിന്നെ രാത്രി 10 മണിക്ക് ശേഷമാണ് ഒരു കുറ്റബോധം തോന്നിയപ്പോൾ എന്തെങ്കിലും ഒന്ന് പഠിക്കാം. ഒന്നും പഠിക്കാതിരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഒരു 10 ക്വസ്റ്റ്യനെങ്കിലും പഠിച്ചാൽ എന്നുള്ളൊരു ചിന്ത വന്നതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ബുക്സ് എല്ലാം പഴയപടി എടുത്ത് വെച്ചിട്ട് ഏതെങ്കിലും ഒന്നിരുന്ന് കുറച്ച് നേരം പഠിക്കാമെന്ന് വെച്ചിട്ട് എടുക്കുക കേട്ടോ. കുട്ടികളൊക്കെ ഉറങ്ങി രാത്രി 10 മണി കഴിഞ്ഞ്. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഈ ബുക്സൊക്കെയാണ് കേട്ടോ വീട്ടിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ ഇതെല്ലാം ഞാൻ അതിൻ്റെ യഥാസ്ഥാനത്ത് തന്നെ വെച്ചിട്ട് പഠിക്കാനിരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെല്ലാം എടുത്ത് വെച്ച ശേഷം പിന്നെ ഞാൻ പഠിക്കാനായിട്ട് എടുക്കുന്ന ബുക്ക് വൊക്കാബ് സ്പീഡിയയുടെ PYQ ബുക്ക് ഞാൻ മുന്നേ വാങ്ങിയതാട്ടോ. ഇപ്പോൾ 3 വോള്യമായിട്ട് അവർ ഇറക്കി. പക്ഷേ എൻ്റെ ആ 2 വോള്യമായിട്ട് ഉള്ളത്. അപ്പോൾ അതിൽ ഒരെണ്ണം എടുത്തിട്ട് ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കി പഠിക്കാമെന്ന് വെച്ചിട്ടിരിക്കട്ടെ. അപ്പോൾ ഞാനൊരു ടോപ്പിക്ക് സെലക്ട് ചെയ്തിട്ട് പഠിക്കാമെന്ന് വെച്ചിട്ട് അതാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ പഠിത്തം എത്രയേ ഉള്ളൂ. 10 മണി തൊട്ടിട്ട് ഒരു 10:30 വരെ ഒരു അരമണിക്കൂറാട്ടോ ഞാൻ പഠിച്ചിട്ടുള്ളൂ. ഒരു കുറ്റബോധം മനസ്സിൽ തോന്നിയതുകൊണ്ടാണ് ആ സമയത്ത് ഇരുന്ന് പഠിച്ചത്. കാരണം ഇന്ന് പകൽ കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറച്ച് വീഡിയോ ക്ലാസ് കേട്ടെന്നുള്ളതല്ലാതെ ബുക്ക് എടുത്തിട്ട് ഇങ്ങനെ കാര്യമായിട്ട് ഇരുന്ന് SCRTയിൽ ഓരോ ചാപ്റ്റേഴ്സും നോക്കി. അതല്ലാതെ ബുക്ക് എടുത്തിട്ട് വേറെ ബുക്സും റാങ്ക് ഫയലും ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചെറിയൊരു കുറ്റബോധം തോന്നിയതുകൊണ്ട് മാത്രം പഠിക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ ഒരു 10 ക്വസ്റ്റ്യനെങ്കിൽ 10 ക്വസ്റ്റ്യൻ ആ സമയത്ത് പഠിച്ചിട്ട് അത് കിട്ടിയല്ലോ എന്നുള്ളൊരു സമാധാനത്തിൽ കിടന്നുറങ്ങാനും പറ്റും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ സൺഡേ വ്ളോഗ്. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെയ്ക്കും ബായ്. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.